മനസ്സ് വിഷമിച്ചാൽ മരിച്ചതെന്ന് പറഞ്ഞു. കാരണം അദ്ദേഹത്തിൻ്റെ സ്റ്റാർഡം പോയിട്ട് എല്ലാ ദിവസവും കാലത്ത് മേക്കപ്പ് ഇട്ട് ഇറങ്ങുമെന്ന് പറയണത്. കാരണം സിനിമയില്ല. എന്നിട്ട് ബഹദൂർ ഇക്കടക്ക് വീട്ടിൽ പോയിരുന്ന് കരയുമായിരുന്നു. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വിഷയം എന്താണെന്ന് വെച്ചാൽ മലയാള സിനിമയിലെ ഒരു ആക്ടറിനെ കുറിച്ചിട്ടാണ്. ഏകദേശം ഇപ്പോൾ നല്ല വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ടിനി ടോം എന്ന ആക്ടർ നമ്മുടെ നിത്യഹരിത നായകനായ പ്രേം നസീർ സാറിനെ കുറിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് നിങ്ങൾ ആദ്യം കേട്ടത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇപ്പോൾ ടിനി ടോം എന്ന് പറയുന്ന കക്ഷി ഇപ്പോൾ നല്ല ഫുൾ ഹെയറിലാണ് ഇപ്പോൾ ഉള്ളത്. കാരണം അത്രയും നല്ലൊരു മഹാനടനെ കുറിച്ചിട്ട് അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് കേട്ടു നോക്കാം. നസീർ സാറ് മനസ്സ് വിഷമിച്ചാൽ മരിച്ചതെന്ന് പറഞ്ഞു. കാരണം അദ്ദേഹത്തിൻ്റെ സ്റ്റാർഡം പോയിട്ട് എല്ലാ ദിവസവും കാലത്ത് മേക്കപ്പ് ഇട്ട് ഇറങ്ങുമെന്ന് പറയണത്. കാരണം സിനിമയില്ല. എന്നിട്ട് ബഹദൂർ ഇക്കടക്ക് വീട്ടിൽ പോയിരുന്ന് കരയുമായിരുന്നു. അടൂർ ബാസി സാറിൻ്റെ അടുത്തൊക്കെ കരഞ്ഞ് അങ്ങനെ മനസ്സ് വിഷമിച്ചാൽ മരിച്ചതെന്ന് പറഞ്ഞു. രാജേഷ് ഖന്ന എന്ന് പറഞ്ഞ ആൾക്ക് 5 വർഷം കണ്ടിന്യൂസ് ഹിറ്റുകൾ മാത്രമേ ഉണ്ടായിട്ടുള്ള ഒരേ ഒരു സൂപ്പർ സ്റ്റാറാണ് സുന്ദരൻ. പുള്ളി അങ്ങ് ഔട്ടായിട്ട് ഹീറോ എന്നുള്ളൊരു സംഭവത്തിൽ നിന്ന് അങ്ങ് പോയിട്ട് ഫിലിമില്ലാണ്ടായിട്ട് അക്ഷയ് കുമാർ മരുമോനുള്ളൂ. പുള്ളി എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ 5 അസിസ്റ്റൻസിന് വെച്ച് കൊടുക്കും. കാരണം ആ സ്റ്റാറായിട്ട് ജീവിച്ചിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു, കാരണം ആ ഫീൽ അത് കാരണം ഒറ്റപ്പെട്ടു പോയി. പക്ഷെ ആ സ്റ്റാർഡം നഷ്ടപ്പെടാണ്ടുള്ള ആംബിയൻസ് കൊടുത്തു. അപ്പം നമ്മൾ എപ്പോഴും തീരുമാനിച്ചിരിക്കുന്ന ഞാൻ നാളെ ഇവിടെ ഉണ്ടാവും എന്നുള്ളതില്ല. നമ്മൾ നാളെ ഈ വീഡിയോൻ്റെ അകത്ത് ഈ ടിനി ടോം എന്ന് പറയുന്ന ആക്ടർ പറയുന്നുണ്ട്, എന്നോടതൊരു മറ്റൊരു സഹനടൻ പറഞ്ഞിട്ടാണ്, മറ്റൊരു നടൻ പറഞ്ഞിട്ട് കേട്ടിട്ടാണ് ഈ പറയുന്നതെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എന്ത് തന്നെയാലും പറഞ്ഞത് വളരെയധികം തെറ്റാണ്. പറഞ്ഞതിന് എന്തായാലും തിരിച്ചെടുക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹം ഏറ്റവും വലിയൊരു മഹാനടൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പല സിനിമകളും കണ്ടിട്ടുണ്ട്. പക്ഷേങ്കിൽ എനിക്ക് മെയിനായിട്ട് ഓർമ്മ വരുന്നത് കുട്ടിക്കുപ്പായ എന്ന് പറയുന്നൊരു മൂവിയാണ്. പിന്നെ ലാലേട്ടൻ്റെ കൂടെ അതിലൊക്കെ അഭിനയിച്ചിട്ടും കണ്ടിട്ടുണ്ട്. പിന്നെ മണിയമ്പിള്ള രാജുചേട്ടനൊക്കെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ അകത്ത് പറയുന്നത് കേട്ടു, എന്തൊരു നല്ല സ്വഭാവമാണ് ഈ നസീർ സാറിൻ്റെത്, എല്ലാവരുടെയും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നൊക്കെ നസീർ സാറിനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞു തോന്നുന്നു. ഏറ്റവും നല്ലൊരു സ്വഭാവമാണെന്നൊക്കെയാണ് മണിയമ്പിള്ള രാജുചേട്ടനൊക്കെ ഈ നസീർ സാറിനെ കുറിച്ചിട്ട് പറയാറുള്ളത്. അത് ഞാൻ കേട്ടിട്ടുണ്ട് ആ ഒരു ഇൻ്റർവ്യൂവിൻ്റെ അകത്ത്. പിന്നെ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ നസീർ സാർ അതായത് വയസ്സാം കാലത്ത് സിനിമയിൽ അതൊന്നും ചാൻസ് കിട്ടാതെ മേക്കപ്പൊക്കെ ഇട്ട ശേഷം അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിച്ച അടൂർ ബാസി, ബഹദൂർ ഇവരുടെയൊക്കെ വീട്ടിൽ പോയിട്ട് ചാൻസിന് വേണ്ടി നിൽക്കുന്നൊക്കെയാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ളത്. ഇതൊന്നും വിശ്വസിക്കാൻ മലയാളികൾക്ക് ഒരിക്കലും കഴിയില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതൊന്നും വിശ്വസിക്കാൻ. കാരണം അത്രയും എല്ലാവരും ഇപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു നടനാണ് പ്രേം നസീർ എന്ന് പറയുന്ന ഇത്. ഇദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിച്ച പല നടന്മാരും, ഇഷ്ടം പോലെ നടന്മാരായാലും നടിമാരായാലും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അവരൊന്നും ഇദ്ദേഹത്തെക്കുറിച്ചിട്ട് ഇതുവരെ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. നസീർ സാറിൻ്റെ കൂടെ അഭിനയിക്കാൻ നല്ല ഇഷ്ടമാണെന്നും നല്ല സ്വഭാവമാണെന്നും അല്ലാതെ ഇതുവരെ ഇങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് ആരും ഇതുവരെയായിട്ടും പറഞ്ഞു കേട്ടിട്ടില്ല. ഷീലാമ്മയായാലും ജയഭാരതി, പിന്നെ വിധുബാല എന്ന് പറഞ്ഞ കുറേ നടിമാരായാലും ഇപ്പോൾ ഉണ്ട്. പിന്നെ മധു സാറ്, ഇവരൊക്കെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. നമ്മുടെ ലാലേട്ടൻ വരെ ഈ നടൻ്റെ കൂടെ, ഈ പ്രേം നസീറിൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരൊന്നും ഇതുവരെ ആരും ഇങ്ങനെ ഒരു കാര്യം ഇതിനെക്കുറിച്ച് പറഞ്ഞതായിട്ടേ കേട്ടിട്ടില്ല. അപ്പോൾ ഈ ടിനി ടോം ഈ കാര്യം പറഞ്ഞതിന് ശേഷം നമ്മുടെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റായ ഭാഗ്യലക്ഷ്മി ചേച്ചി ഇതിനെക്കുറിച്ചിട്ടൊരു കാര്യം സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ആ വീഡിയോ ഒന്ന് കേട്ട് നോക്കാം. ടിനി ടോമിന്റെ ഒരു പ്രസ്താവന വല്ലാതെ ഇങ്ങനെ കുറെ പേര് എനിക്കിങ്ങനെ അയച്ചു തന്നു. പ്രേം നസീർ സാറിനെ കുറിച്ച് പറഞ്ഞ ഒരു പ്രസ്താവന. അദ്ദേഹം അവസാന കാലത്ത് അവസരങ്ങൾ ഇല്ലാതായതോടുകൂടി അടൂർ ബാസിയുടെയും ബഹദൂറിന്റെയും വീട്ടിൽ പോയി കരയുമായിരുന്നു. അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ. ഞാൻ ആദ്യം വിചാരിച്ചു ഇതിനൊന്നും പ്രതികരിക്കേണ്ട കാര്യമില്ല എന്നിങ്ങനെ. പക്ഷേ വേറെ ആരെക്കുറിച്ച് എന്ത് പറഞ്ഞാലും ചിലപ്പോ ഞാൻ വിചാരിക്കും നമുക്ക് അത്ര വ്യക്തമായിട്ട് അറിയില്ല ആ വ്യക്തിയെ കുറിച്ച്. നല്ല സൗഹൃദമൊക്കെ ഉണ്ട്, ചിരിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. പക്ഷെ പ്രേം നസീർ സാറിന് അങ്ങനെയല്ല. പ്രേം നസീർ സാർ എന്ന് പറയുന്ന വ്യക്തിയെ ഞങ്ങൾ 85 വരെ മദ്രാസിൽ ഉണ്ടായിരുന്ന ആളുകൾ, ഒന്നിച്ച് പ്രവർത്തിച്ചവർ, അദ്ദേഹത്തിന്റെ എല്ലാ നന്മകളും അനുഭവിച്ചവർ, ഞങ്ങൾക്കൊക്കെ ഒരുപാട് പേർക്ക് ഒന്നും രണ്ട്, അത് പ്രത്യേകിച്ച് എനിക്ക് കേട്ടോ, പ്രത്യേകിച്ച് എനിക്ക്, അദ്ദേഹത്തിന് ഞാൻ എന്റെ പുസ്തകത്തിൽ അത് എഴുതിയിട്ടുണ്ട്. അത് അനുഭവിച്ച ഒരാൾ. അദ്ദേഹം അവസാനം വരെ ഞാനൊക്കെ അദ്ദേഹത്തെ കാണുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു
ഏറ്റവും അവസാനം മരിക്കുന്നതിന്റെ കുറച്ചു മുമ്പ് ഞാൻ കാണുന്നത് തിരുവനന്തപുരത്ത് എടപ്പഴഞ്ഞി എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹത്തിന്റെ മകളുടെ സഹോദരിയുടെ അവരുടെ വീട്ടിൽ അദ്ദേഹം ഉണ്ട് എന്നറിഞ്ഞിട്ട് ഞാൻ എന്റെ മോനെയും കൊണ്ട് അദ്ദേഹത്തെ കാണാൻ ചെന്നിരുന്നു. അപ്പോഴും വളരെ ഹാപ്പി ആയിരുന്നു. എന്റെ മോൻ അന്ന് അപ്പൂപ്പ എന്ന് ഇങ്ങനെ വിളിച്ചപ്പോ അദ്ദേഹം വളരെ സന്തോഷത്തോടെ അവനെ എടുത്ത് മടിയിൽ ആ സമയവും അദ്ദേഹം ആസ്വദിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു കാരണം കുടുംബവുമായിട്ട് ഏറ്റവും അധികം സമയം ചെലവിടാൻ കിട്ടിയ സമയമാണെന്ന് ഏറ്റവും ഹാപ്പി ആയിട്ടാണ് ഞാൻ അന്ന് അദ്ദേഹത്തെ കണ്ടത്. അപ്പൊ അദ്ദേഹം അവസാന കാലത്ത് അവസരങ്ങൾ കുറഞ്ഞു എന്ന് പറഞ്ഞ് കരഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ അതാരോ പറഞ്ഞതായിരിക്കാം ടിനി ടോമിനോട്. പക്ഷെ അത് നമ്മൾ ആധികാരികമായ ഒരു അഭിമുഖത്തിൽ പറയാൻ പാടില്ല ടിനി. കാരണം ഈ ചേച്ചിക്കൊക്കെ നസീർ സാറിനെ കുറിച്ചിട്ടായാലും നല്ല അഭിപ്രായമാണ്. കാരണം ആരും അദ്ദേഹത്തെക്കുറിച്ചിട്ടൊരു മോശം അഭിപ്രായം ഇതുവരെയും പറഞ്ഞു കേട്ടിട്ടില്ല. എത്ര ആൾക്കാരായാലും മിമിക്രിയിലായാലും എല്ലാവരും അദ്ദേഹത്തിനെ അനുകരിക്കലാണ്. നിത്യഹരിത നായകൻ എന്നുള്ള പേര് തന്നെയാണ് അദ്ദേഹം എപ്പോഴും അറിയപ്പെടുന്നത്. അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരുന്നുണ്ടെങ്കിൽ ഇപ്പോഴും നല്ല ഇതായിട്ട് തന്നെ ഇപ്പോഴും മുന്നോട്ട് പോകുന്നുണ്ടാവും. പക്ഷേങ്കിൽ അദ്ദേഹം ജീവിച്ചിരിപ്പില്ലല്ലോ. ജീവിച്ചിരിപ്പില്ലാത്തൊരു നടനെ കുറിച്ചിട്ടും കൂടിയാണ് അദ്ദേഹം ടിനി ടോം എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ ഒരു അഷ്റഫ് എന്ന് പറയുന്ന ഒരു ചേട്ടൻ മണിയമ്പിള്ള രാജു ചേട്ടനുമായിട്ട് സംസാരിക്കുന്നതിൻ്റെ ഒരു വീഡിയോയും കൂടി കേൾക്കാം. ഞാൻ വിളിച്ചതിന്റെ കാരണം ഈ മമ്മി സെഞ്ചുറി എടുത്ത് ഈ ടിനി ടോം പറഞ്ഞിരിക്കുന്നത് ഇത് ഞാൻ പറഞ്ഞതല്ല, ഇത് മണിയമ്പിള്ള രാജു എനിക്ക് പറഞ്ഞു തന്നിരുന്നു. ആ വോയിസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് പറഞ്ഞത്. അപ്പൊ അതിനെപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ രാജു? ഒരിക്കലും ഇല്ല. അതായത് ഞാൻ ഇവനൊന്നും നസൂസിനെ കണ്ടിട്ട് പോലുമില്ല. ഞാൻ നസൂസിനോട് 10-15 പടങ്ങളിൽ അഭിനയിച്ചിട്ടുള്ളതാണ് 75 അതെ. മാത്രമല്ല ഞാൻ എല്ലാ ഇന്റർവ്യൂകളിലും പ്രസംഗിക്കുമ്പോഴും പറയാറുണ്ട്, ഇത്രയും ദൈവതുല്യ ഒരാളിനെ എന്റെ ജീവിതത്തിൽ അതിന് മുമ്പോ അതിന് ശേഷം എത്രയോ പ്രാവശ്യം എന്നോടൊക്കെ പറഞ്ഞിട്ടുണ്ട് രാജു. അത് ഞാൻ കേട്ടിട്ടുള്ളല്ലോ. പിന്നെ എത്രയോ ഫംഗ്ഷനിലാണ് നസീർ സാറിന്റെ വർഷമുള്ള കാലങ്ങളിൽ കണ്ടിന്യൂസ് ആയിട്ട് പ്രസംഗിക്കുന്ന ആളാണ് ഞാൻ. ഈ ടിനി ടോം മണ്ടത്തനങ്ങൾ പറഞ്ഞ് മുമ്പ് വിവാദങ്ങളിൽ ചെന്നപ്പെട്ടിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്തിനിങ്ങനെ ഇത്രയും മഹാന ഒരാളിനെ കുറിച്ച് ഇങ്ങനെ മോശമായിട്ട് പറയും. ഇവന് ഭ്രാന്താണെന്ന് തോന്നുന്നു കാര്യമായിട്ട്. അതന്നെ എന്താണ് പുള്ളി പറയുന്നത് ഈ നരേന്ദ്രമോദിയെ പറയാമെങ്കിലാണ് പിന്നെ എനിക്ക് പ്രേം നസീർ എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നതെന്നാണ് മരിച്ചുപോയ ഒരാളാണ് ഇത്രയും ദൈവതുല്യ. പിന്നെ അത് എത്രയോ എങ്ങനെ പറ്റിയൊക്കെ പറയാം. എങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് ഇങ്ങനെ ഒരു വലിയൊരു മനുഷ്യനെ കുറിച്ച് പറയാൻ പറ്റുന്നെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നസീർ സാറിന്റെ റെക്കോർഡാണ് ഏറ്റവും കൂടുതൽ സിനിമ അഭിനയിച്ച ഏറ്റവും കൂടുതൽ നായികമാരെ. ഞാൻ എന്നോട് ഇത് പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചില്ല. മണിയമ്പിള്ള രാജു ഒരിക്കലും അങ്ങനെ പറയുന്നില്ല എന്ന് എനിക്കറിയാം. കാരണം നിങ്ങൾ ആരെ പറ്റിയും അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. പ്രത്യേകിച്ച് നസീർ സാറിന്റെ നിങ്ങൾ വലിയൊരു ഫാനാണെന്ന് എനിക്കറിയാം. നസീർ സാറിനെ കുറിച്ച് ഒട്ടും പറയാൻ പറ്റില്ല. ഒരിക്കലും പറയത്തില്ല. അതെ. പുള്ളി പല ജനങ്ങളുടെ എതിർപ്പ് വാങ്ങിയത് ഇത്രയും അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആരാധിക്കുന്ന ഒരു ജനമുണ്ട് ഇവിടെ. അവരെല്ലാം തിരികെ കല്ലെറിയും. പറയാതിരിക്കാൻ പറ്റില്ല. പിൻവലിച്ച് മാപ്പ് പറയാൻ പറയണം. നസീർ സാറിന് അങ്ങനെയല്ല. ഉറപ്പായിട്ട് അയാൾ മാപ്പ് പറയേണ്ടതാണ് പൊതുസമൂഹത്തോട്. പിന്നെ കേസൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്റെ അടുത്ത് വിളിച്ച് പറഞ്ഞപ്പോ ഫൗണ്ടേഷൻകാര് വിളിച്ചിരുന്നു, അവർ കേസ് കൊടുക്കുന്നുണ്ട്. പിന്നെ വേറെ എവിടെ നിന്നോ കോഴിക്കോട് എവിടെ നിന്നൊക്കെ കേസ് വരുന്നുണ്ട്. ഇയാൾ ഇത് പക്ഷെ അതുകൊണ്ട് രാജുവിന്റെ തലയിൽ വെക്കാൻ ഇതിൻ്റെ അകത്ത് രാജു ചേട്ടനൊക്കെ വളരെ നല്ല അഭിപ്രായമാണ് ഇപ്പോൾ നസീർ സാറിനെ കുറിച്ചിട്ട് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞതൊക്കെ അബദ്ധമായി എന്നുള്ള ഒരു ഇത് വന്ന ശേഷം ടിനി ടോം എന്ന് പറയുന്ന വ്യക്തി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഇതിനെ കുറിച്ചിട്ട് ന്യായീകരിച്ചിട്ടാണ് പറയുന്നത്. കാരണം ഞാൻ പറഞ്ഞത് അങ്ങനെ ഉദ്ദേശിച്ചല്ല, എന്നോടൊരു സീനിയർ നടൻ പറഞ്ഞതാണ്, അദ്ദേഹം ഇപ്പോൾ കൈമലർത്തി എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. എന്തായാലും പറഞ്ഞത് അബദ്ധമായി എന്ന് കക്ഷിക്ക് മനസ്സിലായ ശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു കോമഡി പോലെ തന്നെ ഒരു ഇതാണ് തോന്നുന്നത്. കാരണം കിട്ടിയോ ഇല്ല, ചോദിച്ചു മേടിച്ചു എന്ന് പറയുന്ന പോലെയുള്ള ഒരു വാക്കാണ് ഓർമ്മ വരുന്നത്. അപ്പോൾ അദ്ദേഹം ഇത് പറഞ്ഞ ശേഷം അദ്ദേഹം എയറിലായി എന്ന് പറഞ്ഞ ശേഷം അദ്ദേഹത്തിന് എന്താണെന്ന് പറയാനുള്ളതെന്നും കൂടി നമുക്കൊന്ന് കേൾക്കാം. നമസ്കാരം, ഞാൻ ടിനി ടോം. ഞാൻ UK-യിലാണ്. വളരെ വൈകിയാണ് ഞാനൊരു വാർത്ത കണ്ടത്. കാരണം നസീർ സാറിനെ ഞാൻ മോശം പരാമർശം നടത്തി എന്ന് പറഞ്ഞിട്ട്. ദ ഗോഡ് ഓഫ് മലയാള സിനിമ, ദ ലെജൻഡ് ഓഫ് മലയാള സിനിമ, നസീർ സാറിനെ ആരാധിക്കുന്ന ലോകത്ത് ഒരുപാട് പേരുണ്ട്. അതിലുൾപ്പെടുന്ന ഒരു ചെറിയൊരാളാണ് നസീർ സാർ. എവിടെ കിടക്കുന്നു, ഞാൻ എവിടെ കിടക്കുന്നു. അപ്പം അത്രയും വലിയൊരു സ്റ്റാറിനെ മോശം പരാമർശം നടത്താൻ ഞാനാരാണ്? ഒരു ഇൻ്റർവ്യൂവിൽ നിന്നും അടർത്തിയെടുത്ത ഒരു ചുരണ്ടി എടുത്തിട്ടൊരു ഭാഗം എടുത്തിട്ട് തെറ്റായിട്ട് അത് വ്യാഖ്യാനത്തിലൂടെ പല ന്യൂസുകളും പുറത്തുവിടുകയാണ് ഉണ്ടായത്. ഇത് ഈ തന്ന ഇൻഫർമേഷൻ നസീർ സാറിനെ കുറിച്ചൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ട് പോലുമില്ല.
അപ്പോൾ നമ്മുടെ ഒരു സീനിയർ തന്നൊരു ഇൻഫർമേഷൻ ഇപ്പോൾ അദ്ദേഹം കൈമലർത്തുന്നുണ്ട്, അല്ലാതെ ഞാൻ അന്തരീക്ഷം നിന്ന് ആവാഹിച്ചെടുത്തതല്ല. അതിൽ നിന്നും കേട്ട ഇൻഫർമേഷൻ വെച്ചിട്ട് ഞാൻ ഷെയർ ചെയ്തൊരു കാര്യമാണ്. അത് ഒരിക്കലും മോശപ്പെടുത്താനോ അല്ലെങ്കിൽ അവഹേളിക്കാനോ അല്ല. കാരണം ഇവരൊന്നും നമുക്ക് തിരിച്ചു കിട്ടാത്ത ലെജൻസാണ്. പല സീനിയേഴ്സും മരിക്കുമ്പോൾ ഞാൻ അവിടെ ചെല്ലാറുണ്ട്, എൻ്റെ സാന്നിധ്യം അറിയിക്കാറുണ്ട്. അത് നാട്ടുകാരെ കാണിക്കാനല്ല റീത്തുമായിട്ട് ചെല്ലുന്നത്. കാരണം ഇവരൊന്നും നമുക്ക് തിരിച്ചു കിട്ടില്ല. അപ്പം അത്രയും ഇഷ്ടപ്പെടുന്ന ആരാധിക്കുന്ന ഇവരെയൊക്കെ മോശം പരാമർശം നടത്താൻ ഞാൻ ആരാണ്? ഒരാളെ വാക്കുകൊണ്ട് വേദനിപ്പിക്കരുതെന്ന് പോലും അതനുസരിച്ച് ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ പിന്നെ ഇങ്ങനൊരു സംഭവം ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് വേദന ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇത് പ്രത്യേകിച്ച് പ്രേം നസീർ സുഹൃത്ത് സമിതി ലോകം മുഴുവനുണ്ട്. അതിലെൻ്റെ സുഹൃത്തുക്കളുണ്ട്, ജില്ലാ പ്രസിഡന്റുമാരുണ്ട്, എൻ്റെ സംസ്ഥാന പ്രസിഡൻ്റൊക്കെ എനിക്ക് അടുത്തറിയാവുന്നവരാണ്. ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിരുപാധികം മാപ്പും ക്ഷമയും ചോദിക്കാൻ ഞാൻ തയ്യാറാണ്. കാരണം ഇത്രയും വലിയൊരു ലെജൻഡിൻ്റെ കാൽക്കൽ വീഴാനും ഞാൻ തയ്യാറാണ്. അത്രയും വലിയൊരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ മകനുമായിട്ട് ഞാൻ സ്ഥിരമായിട്ട് ഷാനവാസിക്കായിട്ട് ഞാൻ ചാറ്റ് ചെയ്യാറുണ്ട്. ആരാധന കൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ സത്യൻ മാസ്റ്ററിൻ്റെ മകൻ സതീഷ് സത്യൻ മാസ്റ്റർ ചോദിച്ചാൽ അറിയാം. കാരണം അദ്ദേഹത്തിനെ ഓണർ ചെയ്യണമെന്നും പറഞ്ഞിട്ട് വാദിച്ച ഒരാളാണ്. അദ്ദേഹത്തിന് ഓണർ. അപ്പോൾ ഈ വീഡിയോ കണ്ടല്ലോ. അപ്പോൾ പറഞ്ഞത് അബദ്ധമായിപ്പോയി എന്നുള്ളത് അദ്ദേഹത്തിന് തന്നെ തോന്നിയ ശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ ഇടുന്നത്. പക്ഷേ എന്തിനാലും പറഞ്ഞത് ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. ആരോ പറയുന്നത് കേട്ടിട്ട് വന്ന് പറയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. കാരണം നമുക്കറിയാമെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ പറയാൻ പാടുള്ളൂ. ഇതിപ്പോൾ ആരോ പറയുന്നത് കേട്ട് ഇപ്പോൾ നിങ്ങൾ തന്നെ പറയുന്നു, ആ പറഞ്ഞാളിപ്പോൾ കൈമലർത്തി എന്നൊക്കെ പറയുന്നുണ്ട്. ഇതുവരെ ആയാലും അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിച്ച ആളായാലും അദ്ദേഹത്തിന് നല്ലോണം അറിയുന്നവരായാലും ആരും ഇതുവരെ ഇങ്ങനെ പറയുന്നത് ഇതുവരെ കേട്ടിട്ടില്ല. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മൂവി തന്നെ എനിക്കിപ്പോൾ ഒരു 2 മൂവിയെ എനിക്ക് പേര് ഓർമ്മയുള്ളൂ. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടിക്കുപ്പായാണ്, ഒന്ന് ത്രിവേണി മൂവി, ശാരദ അമ്മയോടൊക്കെ അഭിനയിച്ച മൂവി. ഇനിയെങ്കിലും ചേട്ടാ എയറിലാവാതെ ശ്രമിക്കുക. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് വന്ന് പറയാതിരിക്കുക. ഇതുപോലെ എയർ പോകേണ്ടി വരും. എന്തിനാൽ ഇത്രയും നല്ലൊരു മഹാനടനെക്കുറിച്ചിട്ട് ഒരിക്കലും ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോഴും നല്ല അതേപോലെ സൂപ്പർ സ്റ്റാറായിട്ട് തന്നെ ഇപ്പോഴും തിളങ്ങേണ്ട ഒരു വ്യക്തി തന്നെയായിരുന്നു. പക്ഷേങ്കിൽ അദ്ദേഹം ജീവിച്ചിരിപ്പില്ലാത്തതുകൊണ്ട് പിന്നെ ജീവിച്ചിരിപ്പില്ലാത്ത ഒരാളെക്കുറിച്ചിട്ട് ഇനി എന്ത് തന്നെയായാലും ഒന്നും പറയാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇനിയെങ്കിലും അനുഭവത്തിൽ നിന്ന് പഠിക്കുക. ഇതുപോലെ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് ഒന്നും വിളിച്ച് പറയാതിരിക്കുക.